ഹായ് ഹലോ നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചിട്ടുണ്ടായ ഒരു സംഭവമാണ്. മുനീറ ഷമീർ എന്ന് പറയുന്ന ഒരു ലേഡി സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞു വന്ന ഒരു വാർത്തയാണ്. നമുക്ക് ഈ മുനീറ ഷമീർ എന്ന ലേഡിയെ നമുക്കൊന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഹലോ, ഇത് മിസ്റ്റർ മുനീറ ഷമീർ അല്ലേ? അതെല്ലോ. എന്റെ പേര് സിജോ കെ രാജൻ എന്നാണ്. ഞാൻ കേരള ന്യൂസ് ഹണ്ടർ എന്നൊരു ചാനലിൽ നിന്ന് വിളിക്കുകയാണ്. താങ്കളുടെ ഒരു വാർത്ത കേട്ടു, ഇപ്പൊ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചതാ. ഇത് ആലുവയിലുള്ള പ്രമുഖരായ ഗുണ്ടകളും മറ്റും ഗുണ്ടായിസോ ഒക്കെ നിർത്തി ഡീസന്റ് ആയിട്ട് ജീവിക്കുമ്പോ താങ്കൾ ഗുണ്ടായിസോ ആയിട്ട് പുറത്തിറങ്ങിയാണോ? ഒരു വീഡിയോ കണ്ടായിരുന്നു, ചോദിച്ചതാ. എന്ത് പറയാനാ സുഹൃത്തെ, നമ്മളെ പ്രകോപിതരാക്കുമ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാം, ഇതെന്താണ് ഒരു സംഭവം എന്നൊന്ന് പറയാമോ? കാരണം ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട് ഇത് കേൾക്കാൻ, എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല്, ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ ഞാൻ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകയാണ്, ജീവകാരുണ്യ പ്രവർത്തകയാണ്. 2017 മഹാത്മാഗാന്ധി ഗ്രാമസേവ പുരസ്കാരം ലഭ്യമായിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. വളരെയധികം ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എന്നെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ കൂടാതെ കുറെ അധികം ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഞാൻ അതിനകത്ത് കൂട്ടുകക്ഷികൾ ആരാണെന്ന് പോലും നോക്കാതെ ഞാൻ ആ ഗ്രൂപ്പുകളിലെല്ലാം അംഗങ്ങളാണ്. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ് കാവൽമാലാക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ അംഗമായി മാറിയത്. ആ കാവൽമാലാക ഗ്രൂപ്പിന്റെ ഒരു വ്യക്തി, അതിനകത്ത് ഒരു അഡ്മിൻ ആയിട്ടുള്ള ഒരു വ്യക്തി, അയാളും കൂടി ചേർന്നാണ് ആ ഗ്രൂപ്പ് രൂപവൽക്കരിച്ചതെന്ന് ഞാൻ അറിഞ്ഞത്. ആ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെ ഞാൻ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അയാളുടെ പല കാര്യങ്ങൾക്കും എതിർത്ത് സംസാരിക്കുകയും അനിഷ്ടങ്ങൾ തുറന്നു പറയുകയും ചെയ്യുമ്പോൾ പലവട്ടം ഇയാൾ എന്നെ വ്യക്തിപരമായിട്ട് വന്നിട്ട് വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. മുൻകാലങ്ങളിൽ ഈ വ്യക്തി എൻ്റെ കാർ ഡ്രൈവർ ആയിരുന്ന ആളാണ്. എൻ്റെ ഡ്രൈവർ ആയിരുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഭക്ഷണപ്പൊതികള് അയാള് ഫോട്ടോ എടുപ്പിച്ചിട്ട് അയാളുടെ അന്നത്തെ, ഞാനൊരു ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു മഹാനടന്റെ പേരിലുള്ള ഒരു ഫാൻസ് ഗ്രൂപ്പിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ അയാള് അതിന്റെ ചാരിറ്റി പ്രവർത്തനമാണെന്നുള്ള രീതിയിൽ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചപ്പോൾ അന്നേ കാലത്തെ ഞാൻ അയാളെ ഈ ഗ്രൂപ്പിൽ നിന്നും എൻ്റെ സംഘടനയിൽ നിന്നും മറ്റുമൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടതായിരുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് അവരുടെ നിർബന്ധപ്രകാരം ഞാൻ ആ ഗ്രൂപ്പിൽ അംഗമായതും തുടർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചത്. അനിഷ്ടകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇയാള് ഗ്രൂപ്പിലൂടെ അയാൾക്ക് പ്രൊമോഷൻ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞതിന്റെ പുറത്ത് ഇയാൾക്ക് എന്നോടുണ്ടായ അസ്വസ്ഥതയും അയാൾക്കുണ്ടായ ആശ്രസ്യം, എനിക്ക് അയാളോട് ഒരു ആശ്രസ്യം ഉണ്ടായിട്ടില്ല. അയാൾക്ക് എന്നോടുണ്ടായ ആശ്രസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാള് ഗ്രൂപ്പിൽ ചർച്ച നടന്നപ്പോൾ ആലുവ മറ്റേ റിവർ സ്വിമ്മിങ് ക്ലബ് ഉണ്ട്, സജീവ് വളാശ്ശേരി സാറിന്റെ, അവിടുത്തെ കുട്ടികൾ ആലുവ പുഴ നീന്തിക്കടന്നതിനോടനുബന്ധിച്ചിട്ട് ആ ഗ്രൂപ്പിലെ തന്നെ ലീഡർഷിപ്പിലുള്ള പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് പിള്ളേർക്ക് മെമന്റോയും ആദരവും ഒക്കെ കൊടുത്തു. ആ വേദിയിൽ ഈ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ പേര് പരാമർശിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപത്തിന്റെ പുറത്ത് ഇയാള് നിരന്തരം ഗ്രൂപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിന്റെ സത്യാവസ്ഥ വിശദീകരിച്ചു. നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാര്യം എന്നതാണ്, അവിടുത്തെ സിറ്റുവേഷൻ എന്നതാണ്. അത് മാത്രമല്ല, കാപ്പ കേസിൽ പ്രതിയായി നാട് കടത്തപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേര് മഹനീയമായ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് അനാവശ്യമായിട്ട് പ്രകോപനം ഉണ്ടാക്കുകയും, അപ്പോൾ ഇയാളുടെ മുൻകാല ചെയ്തികൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കഞ്ചാവ് കച്ചവടം നടത്തുന്ന ആളുകളുടെ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ഈ ഗ്രൂപ്പുമായിട്ട് പിരിയാണ്, എനിക്ക് ഈ ഗ്രൂപ്പിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ആ ഗ്രൂപ്പിൽ മേൽപ്പറഞ്ഞ വ്യക്തി വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും എല്ലാം ഇട്ടെങ്കിലും ഞാനത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം ആലുവ മുനിസിപ്പൽ കണ്ടിൻജൻസി ജീവനക്കാരനായ സുധീർ, ബായ് സുധീർ എന്നാണ് പുള്ളി സ്വയം തന്നെ വിളിക്കുന്നത്. ആ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി, അയാൾക്ക് അക്ഷരാഭ്യാസമോ വായിക്കാനോ എഴുതാനോ ഈ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ കണ്ടന്റോ ഒന്നും അയാൾക്ക് അറിയില്ല. അയാൾക്ക് ഈ മനാഫ് എന്ന് പറഞ്ഞ മറ്റേ
അഡ്മിൻ. ആ. ആ അഡ്മിൻ ഇതിനകത്ത് അയാൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ അയാളുടെ ഫോണിൽ നിന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി. അത് എനിക്ക് മാനഹാനിയും എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കണതും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സൽപ്പേരിനെ ബാധിക്കുന്ന രീതിയിലുമുള്ള മെസ്സേജ് ആയതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അതിനകത്തുനിന്ന് അതെനിക്ക് ലഭ്യമാക്കി തരികയായിരുന്നു, സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ. അതിനെ ചൊല്ലി ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞ കാപ്പ കേസിൽ പ്രതിയായ ആള് വളരെ മോശമായിട്ട് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. ശേഷം ഞാൻ ഈ ബായ് സുധീർ എന്ന് പറയപ്പെടുന്ന മുനിസിപ്പാലിറ്റി കണ്ടിജൻസി ജീവനക്കാരനോട് പലവട്ടം ടെലിഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ ഇയാളെ അന്വേഷിച്ചിറങ്ങി. സ്വാഭാവികമായിട്ടും സ്വാഭിമാനത്തിൽ ജീവിച്ചു പോകുന്ന എനിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിന് എനിക്ക് തൃപ്തികരമായിട്ടുള്ളൊരു മറുപടി വേണമായിരുന്നു. ആ മറുപടിക്ക് വേണ്ടി ഞാൻ ഇയാളെ അന്വേഷിച്ച് മണപ്പുറത്ത് ചെന്ന് മുനിസിപ്പൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അയാള് തൊട്ടിയാട്ടം നടക്കുന്നതിന് സമീപത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താ കാര്യങ്ങൾ ഞാൻ അടുത്ത് വന്നിട്ട് ഞാൻ അയാളുടെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഞാൻ അയാളുടെ കോളറിൽ പിടിച്ചുകൊണ്ട് എന്താ കാര്യം, നീ എന്തിനാണ് എന്നെ ആക്ഷേപിച്ചത്, ഞാൻ വിളിച്ചിട്ട് എന്താടാ നീ ഫോൺ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞപ്പ അവൻ എനിക്ക് ഹിതകരമല്ലാത്ത എന്നാൽ എനിക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒരു വാക്ക് ഉച്ചരിച്ചു. അതിനെ ചൊല്ലിയാണ് ഞാൻ അയാൾക്ക് നേരെ കൈയോങ്ങുന്നതും അയാളുടെ നേരെ ഞാൻ പ്രകോപിതയാകാനും ഉണ്ടായ സാഹചര്യം. മർദ്ദിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നോ? അങ്ങനെ പറയണ്ടല്ലോ അതിനകത്ത്. മർദ്ദിച്ചു എന്ന് പറയണ്ടല്ലോ. മേം മർദ്ദിച്ചായിരുന്നോ ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയെ? സുഹൃത്തെ, ആ വീഡിയോ ഞാൻ എന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പിടിച്ചതാണ്. മനസ്സിലായ? ഞാൻ ആരെയും കൂട്ടിപ്പോയി അയാളെ മർദ്ദിച്ചിട്ടില്ല. അയാൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് 10ഓളം ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ഞാൻ അയാളെ വളഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നാണ്. എന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എനിക്ക് ഒരു ഗുണ്ടാ സംഘങ്ങളുടെ സഹായം ആവശ്യമില്ല. എന്റെ മാനത്തിന് വില പറയുന്ന അല്ലെങ്കിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പ്രതികരിക്കാൻ എനിക്കെന്തിനാണ് ഗുണ്ടാ സംഘങ്ങളും മറ്റുള്ള ആളുകളുടെയൊക്കെ സംരക്ഷണം? എനിക്ക് സ്വയം പ്രതിരോധിക്കാൻ അറിയാം. അത് ഞാൻ മറ്റുള്ള സ്ത്രീകളെ പോലെ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അപമാനിച്ചെന്നും പറഞ്ഞ് ആരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കുമെന്ന് കരുതിപ്പോയി ആത്മഹത്യ ചെയ്യാനോ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ 10-26 വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കുറിച്ച് ഇതിനു മുൻപ് ആരും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചപ്പോ ചോദിക്കാതെ വിട്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു സുഹൃത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളെ കൊണ്ട് ഞാൻ ഇവനോട് സംസാരിക്കാൻ പോവാണ്, അതുകൊണ്ട് വീഡിയോ പിടിച്ചോളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എന്റെ 15 വയസ്സായ മകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് മറ്റുള്ളവര് ഗുണ്ടകളെ കൊണ്ട് ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തത്. അതെ അതെ അതെ, എനിക്കറിയാമായിരുന്നു ഇവരുടെ പ്ലാനിങ്ങില് എന്നെ അപമാനിക്കാനായിട്ട്, എന്നെ നിയമ നടപടികളിൽ കൊടുക്കാനായിട്ട് ഇവരിങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് എന്റെ മകളെയും കൂട്ടി ഞാൻ ഇറങ്ങിയത്. എന്റെ മകള് ആണ് ആ വീഡിയോ പിടിച്ചതും ഞാൻ ആ വീഡിയോ ആലുവ പോലീസ് സ്റ്റേഷനിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഓക്കെ മാഡം. ഓക്കെ, അപ്പൊ ഇത്ര സംഭവം ഉണ്ടായുള്ളൂ? അതെ അതെ, അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു സുഹൃത്തെ. ഓക്കെ.